ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ജനറൽ റീഡിങ്ങിൽ ഇന്ന് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ഞാനൊരു യെസ് ഓർ നോ റീഡിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ചോളൂ. അതിനുള്ള യെസ് ഓർ നോ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന് അതായത് യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം വരാവുന്ന രീതിയിൽ വേണം ചോദിക്കാൻ. അതായത് 2 ഓപ്ഷനായിട്ട് ചോദിക്കരുത്. ഞാൻ ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്ന രീതിക്കല്ല, ഞാൻ ഇത് ചെയ്യണോ എന്ന് മാത്രം ചോദിക്കുക. ഓക്കെ, സോ അവിടെ യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വരാൻ പോലെ. ഓക്കെ, ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് മാത്രം ചോദിക്കുക. അല്ലെങ്കിൽ എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിൽ 2 പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അതിൽ ഏത് വേണമെന്ന് അങ്ങനെ രീതിയിലല്ല. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുക്കണോ അല്ലെങ്കിൽ സെക്കൻഡ് പിന്നെ വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 3 ഈ 3 ഇതിലും നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ 2 ജോലി നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ജോബ് ഞാൻ എടുക്കണോ എന്ന് പറഞ്ഞ ഒരു സ്റ്റോണിൽ ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് ജോബ് എടുക്കണോ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡിൽ ചൂസ് ചെയ്യാം. സോ അങ്ങനെ യെസ് ഓർ നോ കിട്ടാൻ പോലെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസ് കൂടി ഞാൻ എടുക്കാം. സോ ഇവിടെ 3 പൈൽ വെച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. 3ഉം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് മതിയെങ്കിൽ അങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ 3ഉം ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാതിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കരുത്. ഓക്കെ, അതിന് വേണമെങ്കിൽ രീതി നിങ്ങൾക്ക് മാറ്റാം. ചോദിക്കുന്ന രീതി നിങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെങ്കിൽ അതിനെ ഒന്ന് രീതി മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ബട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. മെജോറിറ്റി വരുന്ന എന്താ പറയുക, മൂന്നിൽ നിന്ന് ബെസ്റ്റ് ഓഫ് 3 എന്ന് വേണമെങ്കിൽ. പക്ഷെ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ അതിന് നിൽക്കണ്ട. ഓക്കെ, സോ ഇവിടെ യെല്ലോ കളർ സ്റ്റോൺ ഉണ്ട്. ഇവിടെ യെല്ലോ ഫസ്റ്റ് പൈൽ യെല്ലോ കളർ ക്രിസ്റ്റൽ, സെക്കൻഡ് പൈൽ പിങ്ക് റോസ് കോഡ്സിൻ്റെ റോസാണ്, പിങ്ക് കളർ, തേർഡ് ഗ്രീൻ കളർ ക്രിസ്റ്റലാണ്. ഓക്കെ, എനിക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് പേരുകളൊന്നും അറിയില്ല. ഇത് യെല്ലോ അവെഞ്ചറിൻ ആണ് അല്ലെങ്കിൽ സൺസ്റ്റോൺ ആണ്, ഏതോ ഒന്നാണിത്. ഐ തിങ്ക് സൺസ്റ്റോൺ ആണ് തോന്നുന്നു. ഇത് ഗ്രീൻ അവെഞ്ചറിൻ അല്ല ഇത് എനിക്കിതിൻ്റെ പേര് എക്സാക്റ്റ് അറിയില്ല. ഓക്കെ, എനിവേ യെല്ലോ പിങ്ക് ഗ്രീൻ നിങ്ങൾ പൈൽ ചൂസ് ചെയ്തോളൂ. ഓക്കെ, സോ നമുക്കിവിടെ പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പൈൽ 1 നിങ്ങൾക്ക് യെസ് ആണോ നോ ആണോ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നോളൂ. പൈൽ 1 നമുക്ക് യെസ് ആണോ നോക്കാം, എൻ്റെ അതിലുള്ള ഗൈഡൻസ് എടുക്കാം. ഓക്കെ, പൈൽ 1 നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വാവ്, വളരെ നല്ല യെസ് ആണ്. വെരി ബ്യൂട്ടിഫുൾ യെസ്. ആക്ച്വലി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു യെസ് ആണ്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, യെസ്, ഗോ ഹെഡ്. ഓക്കെ, എന്ത് കാര്യത്തിലായാലും ശരി, യെസ് 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 യെസ്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ തുടക്കം, ഒരു കാര്യത്തിൻ്റെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഗ്രോത്ത് ഉണ്ടാവും. എന്ത് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവും. യുനോ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ, ഓക്കെ, കരിയറിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ കരിയർ തുടങ്ങുക അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അതിനാണെങ്കിലും ശരി, ബിസിനസ് ആണെങ്കിലും ശരി, എന്തിലാണെങ്കിലും ഇവിടെ ഒരു ഗ്രോത്ത്, അബണ്ടൻസ് എന്ന രീതിക്കൊക്കെയാണ് വരുന്നത്. വളരെ സ്ട്രോങ് യെസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ചാരിറ്റി ഇവിടെ ഉണ്ട്. സോ ഓക്കെ, മേ ബി ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ യെസ് ആണ്. എന്തായാലും വെരി 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 ബിഗ് യെസ്. യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമോ? യെസ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ നിങ്ങളോട് അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണോ? യെസ്, മാരേജ് ചെയ്യുമോ? യെസ്, അതിനുള്ള ജോലി കിട്ടുമോ? യെസ്, എന്ത് കാര്യമാണെങ്കിലും. ഓക്കെ, വളരെ ബിഗ് യെസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒക്കെ. ഓക്കെ, നമുക്കൊരു അഡ്വൈസ് കാർഡ് കൂടി എടുത്തേക്കാം. ബൈ ദ ബുക്ക്, ഓക്കെ, ബൈ ദ റൂൾ പ്രകാരം തന്നെ. ആക്ച്വലി മിൽക്ക് ആൻഡ് ഹണി ഉണ്ട്. സോ വെരി ബിഗ് യെസ് അഗൈൻ ഇവിടെ. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു സക്സസ്. നിങ്ങൾക്കൊരു മിൽക്ക് ആൻഡ് ഹണി എന്ന് പറയുമ്പോൾ പാലും തേനും അല്ലേ, അങ്ങ് അത്രയും ഒഴുകും എന്ന രീതിക്കാണ്. പാലും തേനും ഒഴുകും നിങ്ങൾക്ക്, ലൈക്ക് അത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ബൈ ദ ബുക്ക് എന്ന് പറയുന്നത് റൂൾ പ്രകാരം കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ റൂൾ പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു എനർജി ഉണ്ട് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോളോ ദ റൂൾസ്. എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ നടക്കും. അഗൈൻ ഇതൊരു മാരേജ് കാർഡ് ആവാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ബൈ ദ ബുക്ക്, ബൈ ദ റൂൾ. അതായത് ശരിക്കും പ്രോപ്പർലി നമ്മൾ ഒരു മാരേജ് നടക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം റൂൾ പ്രകാരം എല്ലാ കാര്യങ്ങളും ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും ജോലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും എല്ലാം കിട്ടും എന്ന രീതിക്കാണ്. ഓക്കെ, റൂൾ പ്രകാരം തന്നെ, അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ തന്നെ, എല്ലാം നിയമപ്രകാരം തന്നെ എല്ലാം നടക്കുന്നു പറയില്ലേ, ആ രീതിക്കാണ്. ഓക്കെ, സോ പൈൽ 1 അതായിരുന്നു. പൈൽ 2 പിങ്ക് റോസ് കോഡ്സ് ചൂസ് ചെയ്തവർക്ക്, എൻ്റെ പപ്പി ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അവനിപ്പോൾ ടയേർഡായിട്ട് അവൻ ഉറങ്ങി. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്കുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നോളൂ. ഞാൻ എടുക്കുന്നില്ല, ഞാനിങ്ങനെ എടുക്കാറില്ല. ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള യെസ് ഓർ നോ. ആക്ച്വലി
യെസ് ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ അത് യെസ്സും അല്ല മേ ബി എന്നുള്ളൊരു മട്ടിലാണ് ഇവിടെ. ഓക്കെ, മേ ബി എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യം, ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളോടൊന്ന് ആലോചിച്ച് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കൂ, ഒന്നിനെ ചൂസ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ലോങ് ടേം നോക്കുമ്പോൾ ഇവിടെ ഒരു യെസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എന്ന് കാണുന്നുണ്ട് ലോങ് ടേമിൽ, അതായത് കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ, ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ മാക്സിമം ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു മേ ബി കാർഡ് മാത്രമേ ആവുള്ളൂ, ഇതൊരു യെസ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിൽ ചോയ്സസ് ഉണ്ടാവും. ഓക്കെ, തീരുമാനം എടുക്കേണ്ട കാര്യം ഉണ്ടാവും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു ഇല്യൂഷൻസ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നല്ലത് വരുന്നു എന്ന രീതിയിലുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് നല്ലതുണ്ട് ഇവിടെ, അബണ്ടൻസ് ഉണ്ട്. കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ എടുക്കുന്ന ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക. ഓക്കെ, എല്ലാ ചോയ്സസും നോക്കി മനസ്സിലാക്കി തീരുമാനം എടുക്കാം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഓക്കെ എനിക്കിത് നല്ലതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഇവിടെ ആ ഒരു ഇല്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്ത ശേഷം തീരുമാനം എടുക്കാം. ഓക്കെ, കുറച്ചൊന്ന് ചിന്തിച്ച് ആലോചിച്ച് ഡിസിഷൻ എടുക്കാം. ഇത് മേ ബി മാത്രമാണ്, ഇതൊരു യെസ് നോ അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോഴത്തേക്ക് അതൊരു മേ ബി എന്നെടുക്കാം. ഇവിടെ അഡ്വൈസ് അഗൈൻ ക്ലീൻ ഇറ്റ് അപ്പ്. യെസ്, സി അഗൈൻ പറയുന്നതാണ്, നിങ്ങൾ ക്ലീനപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് ഇവിടെ ഒരു മറയുണ്ട് എന്ന് പറയില്ലേ, എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ ബിറ്റ്വീൻ വേൾഡ്സ് യെസ് തീരുമാനം എടുക്കുന്ന കാര്യം തന്നെയാണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങളോട് ആലോചിച്ച് തീരുമാനം എടുക്കൂ. ഓക്കെ, ഐ തിങ്ക് ഉണ്ട്. എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ് ആണ് ഇവിടെയും കാണുന്നത്. ഇതാണ് ഓക്കെ, എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ് എന്ന രീതിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മുന്നോട്ട് യെസ് നിങ്ങൾക്ക് നല്ലതുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ എടുക്കുന്ന ഒരു തീരുമാനം വളരെ സൂക്ഷിച്ച് വേണം, ആലോചിച്ച് വേണം എന്നാണ്. ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്, ചില കാര്യങ്ങളൊന്ന് ഫുള്ളി മനസ്സിലാക്കിയ ശേഷം മാത്രം. ഓക്കെ, പേപ്പർ വർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഓക്കെ, നിങ്ങൾ പേപ്പർ വർക്ക് നല്ലോണം വായിച്ച് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, എവിടെയാണ് കൊണ്ടുപോയിട്ട് ഇടുന്നതെന്ന് നല്ലോണം എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും മനസ്സിലാക്കി വായിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കുക. ഓക്കെ, ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യക്തത കൊണ്ടുവരാനുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ ഇവിടെ, ആ ക്ലാരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കൂ. ആൻഡ് ബിറ്റ്വീൻ വേൾഡ്സ് പറയാൻ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, സമാധാനമായിട്ട് ചെയ്താൽ മതി, കുറച്ച് ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി. ഓക്കെ, സോ സെക്കൻഡ് പൈൽക്കാർക്ക് അതാണ് വന്നത്. ലെറ്റ്സ് സീ തേർഡ് പൈൽ, ഗ്രീൻ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. മറ്റേത് ഓക്കെ സാറേ, ഞാനിപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ചെയ്യാനില്ല. തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് യെസ് ഓ നോ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ നോ ആണ്. കോംപ്രമൈസിൻ്റെ കാര്യം കാണുന്നത്. ഓക്കെ, ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ തർക്കങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു നോ ആണ് ഇവിടെ. ഓക്കെ, സോ മേ ബി അതിൽ നിങ്ങൾ ജയിക്കില്ല എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു കോംപ്രമൈസിൻ്റെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇത് സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ കോംപ്രമൈസ് ആണ്. ഓക്കെ, ഒരു വിട്ടുവീഴ്ച അതായിരിക്കാം. ഓക്കെ, കുറച്ചൊന്ന് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്ന രീതിക്കായിരിക്കാം. ഒരു സോഫ്റ്റ് അപ്രോച്ച് വേണം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇപ്പോഴത്തെ നിലയിൽ നിങ്ങളിവിടെ തർക്കിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും തോന്നുന്നില്ല. ഓക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇത് മെയിനായിട്ട് ഇവിടെ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. കോമ്പറ്റീഷൻ, ഓക്കെ, മേ ബി എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ, അതായത് ആര് ജയിക്കും എന്ന രീതിക്കുള്ള കോമ്പറ്റീഷൻ, അതിപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഫുൾ നോ അല്ല. ഓക്കെ, ഫുള്ളി നോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, മുന്നോട്ട് പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, പോസിബിലിറ്റി ഉണ്ട് ചേഞ്ച് ആവാൻ. കുറച്ചുകൂടെ പക്ഷേ ഇവിടെ അപ്രോച്ച് മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ചില കാര്യം നമ്മൾ പറയാറുണ്ട്, ചില തർക്കങ്ങളിൽ നിന്ന് വേണ്ടാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയാറുണ്ട്. സോ മേ ബി ഇവിടെ അതായിരിക്കാം. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കാനുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് യൂസ് ചെയ്യാനുണ്ട്. ഇവിടെ കുറച്ചുകൂടി കോംപ്രമൈസ് അല്ലെങ്കിൽ സോഫ്റ്റ് രീതിയിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഇപ്പം നോ ആണ് തൽക്കാലം ഇതിൽ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു നോ ആൻസറാണ് വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പേഴ്സണുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അതിൽ, ഫാമിലിയിൽ പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ എവിടെയോ നിങ്ങൾക്കൊരു നോ ആൻസർ വരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചോദിച്ച് കൺഫ്യൂഷൻസിനെ കുറിച്ചാണെങ്കിൽ എന്തുകൊണ്ടോ അതൊരു നോ എന്ന് വരുന്നുണ്ട്. ഓക്കെ,
പക്ഷേ അതിൽ കോംപ്രമൈസ് വരും എന്ന് കാണുന്നുണ്ട്. കോംപ്രമൈസ് വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ വരും, പുതിയൊരു വേറൊരു ഓഫർ. ഓക്കെ, വേറൊരു ഓഫർ കിട്ടുന്ന ജോലിയിലാണെങ്കിൽ, ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങൾ ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മീൻസ് കോമ്പറ്റീഷൻ ഒരുപാട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേറെ ട്രൈ ചെയ്താൽ വേറെ കിട്ടും എന്ന രീതിക്കാണ്. ഓക്കെ, കരിയറിൽ ചോദിക്കുന്ന ആൾക്കാർക്ക്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, അവിടെ കോമ്പറ്റീഷൻ പോലെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന രീതിക്കാണ് മുന്നോട്ട് കോംപ്രമൈസ് വരും എന്നുകൂടിയാണ് കാണുന്നത്. ഓക്കെ, ടു ബി ഫെയർ, യെസ്. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളോട് ഒരു ന്യായം വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ന്യായം വരും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ജയിക്കും. ഓക്കെ, ബട്ട് ഇപ്പോൾ ചില കാര്യം ടൈം ടു ഗോ എന്ന് പറയുന്നുണ്ട്. യെസ്, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കാം. ഓക്കെ, ചില സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഞാൻ നോ എന്ന് പറഞ്ഞു ഓൾറെഡി. ബട്ട് നിങ്ങൾക്ക് വേറെ വരും നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് ന്യായമായത് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. അഗൈൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയാണ് വേണ്ടത്. എനിക്ക് ആർഗ്യൂ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഫാമിലിയിലാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, ഓക്കെ, ഒന്ന് മാറി നിൽക്കാം. അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളിപ്പോൾ മാറി നിൽക്കേണ്ട സമയമാണ്. ന്യായം വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വന്നോളും. യൂണിവേഴ്സായിട്ട് അവിടെ ഒരു ബാലൻസ് കൊണ്ടുവന്നോളും. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ തൽക്കാലം ഒരു നോ ആണ്. ബട്ട് അത് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കരുത്. അത് നിങ്ങൾക്ക് വേറെ നല്ലത് വരും എന്ന രീതി കൂടി കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് 3 പൈലിൻ്റെ ഇന്നത്തെ ഒരു ക്വിക്ക് റീഡിങ് ചെയ്താണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.